everyone, welcome back to Salem Learning. It's me, Muhammad Shafiq, VK Chemistry teacher. മക്കളെ നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോയി പേപ്പറൊക്കെ കിട്ടാൻ തുടങ്ങി. തീർച്ചയായിട്ടും നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ പ്രതീക്ഷ മാർക്ക് ഉണ്ടാവാം, അതിനേക്കാൾ കൂടിയിരിക്കാം, ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. എനിവേ, നമ്മളൊന്നും ആലോചിച്ചിരുന്നൊരു കാര്യമില്ല. പഠിക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഇനി മുമ്പിലേക്ക് നമുക്ക് നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാം വരുന്നുണ്ട്, അതിന്റെ ശേഷം നിങ്ങളുടെ പബ്ലിക് എക്സാം വരുന്നുണ്ട്, എല്ലാം മിക്കൊക്കെ അറിയാം. അപ്പോൾ കെമിസ്ട്രിയിൽ ഉറപ്പായും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന, എന്നാൽ മുൻകൂട്ടി പഠിക്കേണ്ട, അതായത് പബ്ലിക് എക്സാമിന്റെ അടുപ്പിച്ച് പഠിച്ചാൽ സംശയം വരാവുന്ന, എന്നാൽ മുൻകൂട്ടി പഠിച്ച് സെറ്റാക്കി വെച്ചാൽ ഒക്കെ സെറ്റ് ആവുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ ഓഫ് അയൺ അഥവാ ഇരുമ്പിന്റെ നിർമ്മാണം. മക്കളെ, ഈ ഒരൊറ്റ ടോപ്പിക്ക്, ഈ ഒരു വലിയ ടോപ്പിക്ക് ഈ ഒരൊറ്റ സ്ലൈഡിലൂടെ ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ വേണ്ടി പോവുകയാണ്. മക്കളെ നോക്കണടാ, നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സാറ് പറഞ്ഞ പോയിന്റുകൾ അതേപോലെ പഠിച്ചു വെക്കുക. മക്കളെ നോക്ക്, ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പിന്റെ നിർമ്മാണം ചെയ്യുന്ന ഫർണസിന്റെ പേര് നിങ്ങൾ പഠിക്കണം. ആ ഫർണസിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ്. എന്താ? ബ്ലാസ്റ്റ് ഫർണസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ ചേർക്കുന്ന 3 പദാർത്ഥങ്ങളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ബ്ലാസ്റ്റ് ഫർണസിൽ നിങ്ങൾ ചേർക്കുന്ന 3 പദാർത്ഥങ്ങളുടെ പേരുകൾ എന്തൊക്കെയാ മക്കളെ? നോക്കിക്കേ, ഒന്നാണ് അതായത് ഹെമറ്റൈറ്റ് Fe2O3, അതായത് നമ്മൾ ഓറായിട്ടുള്ള അയിരായിട്ടുള്ള സാധനമാണ്. ഇനി മറ്റൊന്നാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ചുണ്ണാമ്പ് കല്ലെന്നും ലൈംസ്റ്റോണും എന്നൊക്കെയാണ് നമ്മൾ പറയുക. അത് എന്തായിട്ടാണ് ഇവിടെ ചേർക്കുന്നത് ചോദ്യം വരും. കാൽസ്യം കാർബണേറ്റിന്റെ ഉപയോഗം ചോദിക്കും. വർക്ക് ആസ് ഫ്ലെക്സ്, ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കാൻ, ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കാൻ. എന്താണ് ഫ്ലെക്സ്? ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥത്തിനെയാണ് ഫ്ലെക്സ് എന്ന് പറയുക. അപ്പോൾ ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ലൈംസ്റ്റോണിന്റെ ഉപയോഗം എന്താണ്? ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് എന്താ? കോക്ക് അഥവാ കാർബൺ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് വർക്ക് ആസ് റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സീകാരിയായി പ്രവർത്തിക്കാനാണ് ചേർക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന 3 തരം പദാർത്ഥങ്ങളെ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി അതിന്റെ ഉപയോഗങ്ങളും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. മക്കളെ, ബ്ലാസ്റ്റ് ഫർണസിൽ ആദ്യം സാറ് പറയാം, നമ്മുടെ ചുണ്ണാമ്പ് കല്ലിന് എന്ത് സംഭവിക്കുന്നു ബ്ലാസ്റ്റ് ഫർണസിൽ? ചുണ്ണാമ്പ് കല്ല് അതായത് കാൽസ്യം കാർബണേറ്റ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വിഘടിക്കുകയും അത് എന്താവുകയും, അത് നോക്കിക്ക മക്കളെ, കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ചിട്ട് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകും ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. മക്കളെ, ഈ കാൽസ്യം ഓക്സൈഡ് ആണ് എന്തായിട്ട് പ്രവർത്തിക്കുന്നത്? ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മളുടെ ഗ്യാങ്ങിനെ, നമ്മളുടെ ബ്ലാസ്റ്റ് ഫർണസിലെ ഗ്യാങ്ങിന്റെ പേരെന്താ? എന്താണ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ? ഒരു അയിരിലുള്ള പ്രധാനപ്പെട്ട അപദ്രവ്യം അഥവാ ഇമ്പ്യൂരിറ്റിയെ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലുള്ള ഗ്യാങ്ങിന്റെ പേര് സിലിക്ക എന്നാണ്, SiO2 എന്നാണ്. ആ ഗ്യാങ്ങിനെ ഒഴിവാക്കാനാണ് CaO എന്ന് പറയുന്ന ഫ്ലെക്സ് പ്രവർത്തിക്കുന്നത്. എന്നിട്ടുണ്ടാകുന്നു CaSiO3 അഥവാ കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞ സ്ലാഗ് ഉണ്ടാകുന്നു. അപ്പോ ബ്ലാസ്റ്റ് ഫർണസിൽ ഇതൊരു ചോദ്യമായി വരാം. ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന ഗ്യാങ്ങും ഫ്ലെക്സും ഉപയോഗിച്ച് നടക്കുന്ന ആ ഒരു റിയാക്ഷൻ എഴുതാൻ ചോദിക്കും. ഈ റിയാക്ഷൻ തന്നിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ഒരുപാട് ചോദ്യം ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കണം. അപ്പോ മക്കളെ, എന്താണ് ലൈംസ്റ്റോണിന്റെ ഉപയോഗം? ഫ്ലെക്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കാൻ. ഓക്കെ, സെറ്റാണ്. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ കോക്ക് ആഡ് ചെയ്തത് അഥവാ കാർബൺ ആഡ് ചെയ്തത്? മക്കൾ ശ്രദ്ധിക്കുക, കാർബൺ ആഡ് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല, കാർബൺ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും ആ കാർബൺ ഡൈ ഓക്സൈഡ് കാർബണുമായി വീണ്ടും പ്രവർത്തിച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ കാർബൺ മോണോക്സൈഡ് ആണ് നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്നത്. എന്താണ് നിരോക്സീകാരി ചെയ്യുന്നത്? നോക്ക് മക്കളെ, നമ്മളുടെ ഓറായിട്ടുള്ള ഹെമറ്റൈറ്റ് അഥവാ Fe2O3 നിന്നും നമ്മളുടെ കാർബൺ മോണോക്സൈഡ് വന്നിട്ട് ഓക്സിജനെ കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളുടെ ഇരുമ്പ് സ്വതന്ത്രമാകുന്നു, ഇരുമ്പിന് ഒറ്റക്ക് കിട്ടുന്നു. അതാണല്ലോ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, ഇപ്പൊ ഈ നടന്ന പ്രോസസ്സാണ് നിരോക്സീകരണം എന്ന് പറയുന്നത്. ആ നിരോക്സീകരണം നടത്താൻ കാരണമായിട്ടുള്ള ആരാ? കാർബൺ മോണോക്സൈഡ്. ആ കാർബൺ മോണോക്സൈഡ് ആര് കാരണമാണ് ഉണ്ടായത്? നമ്മൾ കോക്ക് ആഡ് ചെയ്തതുകൊണ്ടാണ്, കാർബണിനെ ആഡ് ചെയ്തതുകൊണ്ടാണ്. ആ മക്കളെ, ഈ ഒരു പ്രവർത്തനം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. നോക്ക്, Fe2O3 അതായത് അതിൽ 3 ഓക്സിജൻ ഉള്ളത്. അപ്പോ 3 ഓക്സിജനെ കൊണ്ടുപോകാൻ 3 കാർബൺ മോണോക്സൈഡ് വരുന്നു. നോക്കിയ മക്കളെ, ഒരു കാർബൺ മോണോക്സൈഡും ഒരു ഓക്സിജനും ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആയില്ലേ? അങ്ങനത്തെ 3 എണ്ണം വന്നാൽ 3 ഓക്സിജനെ കൊണ്ടുപോകുമ്പോൾ 3 കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ബാക്കി 2 അയൺ മാത്രമാണ് എന്തുള്ളത് അവിടെ ബാക്കിയുള്ളത്. മക്കളെ, വളരെ കൃത്യമായി നിങ്ങൾ ഈ ഒരു പ്രവർത്തനം പഠിച്ചു വെക്കണം. അപ്പോ ഇനി ഇതൊക്കെയാണടാ ഈ ബ്ലാസ്റ്റ് ഫർണസിലെ ആകെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കാണുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് അതൊരു ടെൻഷനായി മാറും. ഒരുപാടുണ്ടല്ലോ പഠിക്കാൻ എന്നൊക്കെ തോന്നും. സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ കിട്ടുന്ന ആ ഒരു ഇരുമ്പിന്റെ രൂപം, ഒരിക്കലും അത് ശുദ്ധമായ ഇരുമ്പല്ല, പ്യുവർ ഇരുമ്പല്ല. അങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ഡയറക്റ്റ് കിട്ടുന്ന ഇരുമ്പിന്റെ രൂപത്തിന് വിളിക്കുന്ന പേരാണ് പിഗ് അയൺ എന്ന് വിളിക്കുന്നത്. മറക്കരുത്, പിഗ് അയൺ. പിഗ് അയൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 4% കാർബൺ അതിലുണ്ടായിരിക്കും, അഥവാ ഇമ്പ്യൂരിറ്റി അതിലുണ്ട്, അപദ്രവ്യം അതിലുണ്ട്. ഇനിയോ ആ പിഗ് അയണിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓരോന്ന് ഷേപ്പ് ചെയ്യാനും ഗേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ രൂപമാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. ഈ കാസ്റ്റ് അയൺ വീണ്ടും ശുദ്ധീകരിച്ചുണ്ടാക്കുന്നതാണ് റോട്ട് അയൺ അഥവാ റോട്ട് അയൺ തന്നെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 അയണിന്റെ രൂപങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഒപ്പം മക്കളെ, നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ വിശ്വസിക്കണം. മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ വരുന്ന ജനുവരി 10-ാം തീയതിക്ക് മുമ്പ് നമ്മളുടെ എൻ ഗെയിം ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സ്മാർട്ട് വാച്ചാണ്. സ്മാർട്ട് വാച്ചിനേക്കാൾ ഇമ്പോർട്ടന്റ് നിങ്ങൾ എപ്പോൾ അഡ്മിഷൻ എടുത്താലും നിങ്ങളെ സ്മാർട്ട് ആക്കി തരും എന്നുള്ളതാണ്. നമ്മളുടെ എൻ ഗെയിം ബാച്ചിൽ വളരെ ഡീറ്റെയിൽ ആയി ഓരോ ചാപ്റ്ററും വളരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്, അതിന്റെ വർക്ക്ഷീറ്റ് തന്നുകൊണ്ട്, അതിന്റെ മൈൻഡ് മാപ്പ് തന്നുകൊണ്ട് എല്ലാം സെറ്റ് ആക്കി തരും. നിങ്ങൾ ഉറപ്പായിട്ടും അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അത് അനുഭവമായിരിക്കും. അഡ്മിഷൻ എടുക്കാത്ത കുട്ടികൾ ഇനി കാത്തിരിക്കാൻ സമയമില്ല. SSLC എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വർഷം മാത്രമാണുള്ളത്. അടുത്ത വർഷം വേറെ SLC കുട്ടികളാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ ശങ്കിച്ച് നിൽക്കാതെ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ, NY15 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്താണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ 15% വരെ നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതാണ്. അത് 10th ജനുവരി ആണ് നിങ്ങൾക്ക് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. 10th ജനുവരിയുടെ മുമ്പ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് നിങ്ങളുടെ സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്താ, ലക്കി വിന്നേഴ്സിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും എന്നല്ല, അത് ഡ്രോ ചെയ്തിട്ട് അതിൽ ആർക്കാണോ കിട്ടുന്നവർക്ക് സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള ഒരു ആക്സസ് ഉണ്ട് എന്ന് കൂടി അറിഞ്ഞു വെക്കുക. എനിവേ, നമുക്ക് അപ്പോൾ ഇരുമ്പിന്റെ നിർമ്മാണം നിങ്ങൾ പഠിച്ചു വെച്ചു. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല, ഈ കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കുക. നമ്മൾ വെറും 400 രൂപക്ക്, കൂടുതലൊന്നുമില്ല മക്കളെ, വെറും 400 രൂപക്ക് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട്, നമ്മളുടെ ഫസ്റ്റ് പാർട്ട് നമ്മളുടെ SSLCയുടെ ഗൈഡ്, നമ്മളുടെ സൈലം ഗൈഡ് വളരെയധികം അഭിനന്ദനാർഹമായിരുന്നു എന്നുള്ളത് കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇതാ ഇറങ്ങിയിരിക്കുന്നു. വെറും 400 രൂപക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന QR, മലയാളം മീഡിയത്തിനാണെങ്കിൽ ഈ QR, ഓക്കെ, മലയാളം മീഡിയം ആണെങ്കിൽ മക്കളെ ഈ ഒരു QR നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് സൂം ചെയ്താൽ മതി. ഈ QR മലയാളം മീഡിയത്തിനും ഈ QR എന്താണ് ഇംഗ്ലീഷ് മീഡിയത്തിനും നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് നല്ല അടിപൊളി ഗൈഡ് നിങ്ങളെ കയ്യിലേക്ക് എത്തും. അപ്പോൾ മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ സാർ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, സ്റ്റീലും അതില് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇരുമ്പിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി, ഇരുമ്പിന്റെ ഉറപ്പ് കൂട്ടാൻ വേണ്ടി ഇരുമ്പിലേക്ക് കാർബൺ ചേർക്കുന്നു. അങ്ങനെ ഉണ്ടാവാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഈ സ്റ്റീൽ തന്നെ അതിൽ ചേർത്ത കാർബണിന്റെ അളവനുസരിച്ച് മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ എന്ന് 3 വിഭാഗമായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാർബണിന്റെ അളവ് കൂടുന്നതനുസരിച്ച് മൈൽഡ് സ്റ്റീൽ, മീഡിയം സ്റ്റീൽ ആവും, മീഡിയം സ്റ്റീൽ ഹൈ കാർബൺ സ്റ്റീൽ ആവും. ഇനി അടുത്തത് അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്താ, ആ സ്റ്റീലിലേക്ക് അതിന്റെ ഗുണമേന്മ കൂട്ടാനായിട്ട് വേറെ ലോഹങ്ങൾ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് എന്ത്, അലോയ് സ്റ്റീല്, സങ്കര സ്റ്റീല്. സ്റ്റീല് പ്ലസ് അതർ മെറ്റൽസ്, സ്റ്റീലും മറ്റു ലോഹങ്ങളും. അങ്ങനെ 3 ഉദാഹരണങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടന്റ്. സ്റ്റെയിൻലെസ് സ്റ്റീല്, മാംഗനീസ് സ്റ്റീല്, സിലിക്കൺ സ്റ്റീല്, അതിന്റെ പ്രത്യേകതകളും പഠിച്ചു വെക്കുക. സോ ഈ ഒരു ഏരിയ ആണ് ഇരുമ്പിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ഇങ്ങനെ ഓരോ ആഴ്ചയും നമുക്ക് ഓരോരോ കാര്യങ്ങളും ഓരോ വീഡിയോ ആയിട്ട് സാർ വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ഇതിന്റെ കമന്റ്സും ഇനി എങ്ങനെയുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നതിനെ പറ്റിയിട്ടും, നിങ്ങൾക്ക് പഠനത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. തീർച്ചയായിട്ടും അതിലുള്ള എല്ലാ പരിഹാരങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും തന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മാക്സിമം മാർക്കിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ പ്ലാനുമായി നിങ്ങൾ ഫോളോ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത് മക്കളെ. തീർച്ചയായിട്ടും ഒരുങ്ങണം. നിങ്ങൾ ഒരുങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ചുറ്റുപാട് ഒരുങ്ങിയോണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഒരുങ്ങണം. ആ ഒരു ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അസ്ത്ര എൻ ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഗൈഡ് വാങ്ങാം, നിങ്ങൾക്ക് വീഡിയോസ് കാണാം, ലൈവ് കാണാം. എൻ ഗെയിമിൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പ്ലാനുകളുടെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താം. എന്തായാലും മക്കളെ, നമ്മൾ തയ്യാറാണ്, സൈലം തയ്യാറാണ്, നിങ്ങൾ കൂടി തയ്യാറാവുക. എനിവേ, നിങ്ങളുടെ കമന്റ്സ് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത തവണ കാണാം. സൈനിങ് ഓഫ്.